ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, SSLC IT എക്സാമിൽ പൈത്തൺ പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഹോമിലെ exam10 ഡോക്യുമെൻറ്റ്സിൽ find_category.py എന്ന പൈത്തൺ ഫയൽ നൽകിയിട്ടുണ്ട്. അത് ഐഡിൽ സോഫ്റ്റ്വെയറിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാനും ശേഷം ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തി റൺ ചെയ്യിക്കുവാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫയൽ നമുക്ക് തുറക്കാം. ഹോമിലെ exam10 ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ പൈത്തൺ എന്ന ഫോൾഡറിൽ നിന്നും തന്നിരിക്കുന്ന ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് IDLE സോഫ്റ്റ്വെയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നോക്കൂ, ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ലഭിക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് exam10 പ്രോഡക്ട്സിൽ ഈ ഫയൽ നമ്മുടെ പേരിലേക്ക് സേവ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഫയലൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ക്ലിക്ക് ചെയ്യുക. റൺ മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തതാണ്. സോ എൻ്റെ യുവർ നെയിം, നമുക്കൊരു പേര് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ സുമി എന്ന പേര് നൽകുന്നു. ശേഷം വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റെ യുവർ ഏജ് 15 എന്ന ഏജാണ് ഞാൻ നൽകുന്നത്. അപ്പോൾ അതിന് റെസ്പോൺസ് വന്നത് യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ കൊടുത്ത പ്രോഗ്രാം എലിഫിൽ അങ്ങനെയാണ്. ഇഫ് ദ ഏജ് ഈസ് 14 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14 വരികയാണെങ്കിൽ ജൂനിയർ കാറ്റഗറി എന്നുള്ളതാണ് നമ്മൾ കൊടുത്തത്. ഇതേപോലെ നമുക്ക് മാറ്റി കൊടുക്കണം. 12 ബിലോ ആണെങ്കിൽ കിഡീസ് കാറ്റഗറി എന്നാക്കണം. അപ്പം ഞാൻ തൊട്ട് മുകളിലുള്ള അതേ പ്രോഗ്രാം കോപ്പി ചെയ്തൊന്ന് താഴേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്യാം. ഞാനത് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ മാറ്റുന്നത് എലിഫ് എന്നുള്ളിടത്ത് എലിഫ് ഏജ് ലെസ് ദാൻ 12 ആക്കി. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് ലെസ് ദാൻ 12 കുറവാണെങ്കിൽ യു ആർ ഇൻ കിഡീസ് കാറ്റഗറി എന്ന് മാറ്റി അവിടെ ടൈപ്പ് ചെയ്തു. ദെൻ അത് സേവ് ചെയ്തു. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുത്തു. നോക്കൂ, അപ്പോൾ നമ്മുടെ ഒരു പേര് ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞാനൊരു പേര് നൽകുന്നു. വീണ്ടും ഏജ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ഞാൻ 11 എന്ന ഏജ് കൊടുത്തു. നോക്കൂ, ഇപ്പോൾ അതിൻ്റെ റെസ്പോൺസ് വന്നു. യു ആർ ഇൻ കിഡീസ് കാറ്റഗറി. ഇതേ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ പൈത്തൺ വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന പ്രോഗ്രാം, ചില കുട്ടികൾ എക്സാമിന് പ്രോഗ്രാം എല്ലാം ടൈപ്പ് ചെയ്ത് ഇരിക്കുന്നത് കാണാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ഇൻ ഐഡിൽ കൊടുക്കുക. അതിനുശേഷം അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി റൺ ചെയ്യിക്കുക. ദെൻ സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ സേവ് ചെയ്ത ഫയൽ അവിടെ ഉണ്ട്. ഇനി വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ സേവ് ആസ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇനി പൈത്തണിലെ മറ്റൊരു ചോദ്യം നോക്കാം. പൈത്തൺ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഫയൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ എഡിറ്റിംഗ് വരുത്തുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു പ്രോഗ്രാം നൽകിയിട്ടുണ്ട്. exam10 ഡോക്യുമെൻറ്റ്സിൽ പൈത്തൺ എന്ന ഫോൾഡറിൽ നമുക്കൊരു ഫയൽ നൽകിയിട്ടുണ്ട്. ആ ഫയൽ IDLE സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്ത് റൺ ചെയ്താൽ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് അല്ല ലഭിക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന 3 സർക്കിൾ ജോയിൻ്റായിട്ട് വരുന്നൊരു ഇമേജാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലുള്ള ഒരു ഔട്ട്പുട്ടല്ല ലഭിക്കുക. പക്ഷേ ഈ ചോദ്യത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഔട്ട്പുട്ട് ഈ രീതിയിൽ വരുന്നതിനായുള്ള മാറ്റങ്ങൾ പ്രോഗ്രാമിൽ വരുത്തി റൺ ചെയ്യിക്കാനാണ്. ഓക്കെ, നമുക്ക് ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. exam10 ഡോക്യുമെൻറ്റ്സിൽ പൈത്തൺ എന്ന ഫോൾഡറിൽ draw_circle.py എന്ന ഫയൽ ഓപ്പൺ വിത്ത് IDLE സോഫ്റ്റ്വെയർ ആയിട്ട് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഈ ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ, അതായത് നമ്മുടേതാക്കി മാറ്റേണ്ടതുണ്ട്. സോ നമ്മുടെ രജിസ്റ്റർ നമ്പർ _circle.py എന്ന പേരിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. exam10 പ്രോഡക്ട്സിൽ തന്നെ നമ്മൾ അത് സേവ് ആസിലൂടെ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. പൈത്തൺ ടേർട്ടിൽ വിൻഡോയിൽ നമുക്ക് ഈ ഗ്രാഫിക്സ് ഡ്രോ ചെയ്ത് വരുന്നതായി കാണാം. നോക്കൂ, നേരത്തെ തന്നിരിക്കുന്ന പിക്ചറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇമേജാണ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായി നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ പ്രോഗ്രാമിലാണ്. പ്രോഗ്രാമിലെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കാൻ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് നോക്കാം.
ഇങ്ങനൊരു സർക്കിൾ വരാൻ നമ്മൾ നോക്കാം. സർക്കിളിൻ്റെ റേഡിയസ് 100 മീറ്റർ റേഡിയസിലാണ് അത് വരയ്ക്കുന്നത്. ദെൻ ലെഫ്റ്റ് 70 എന്നാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടേർട്ടിൽ എൻഡ് ചെയ്ത പോയിന്റിൽ നിന്നും 120 ഏകദേശം ഒരു 120 ടേൺ ചെയ്താലേ ഈ രീതിയിൽ 3 സർക്കിളും ജോയിൻ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എന്നുള്ളിടത്ത് 70 എന്നത് ഇറേസ് ചെയ്തുകൊണ്ട് 120 എന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. അങ്ങനെ 120 എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റൺ ചെയ്ത് നോക്കിയാൽ ഇതേ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ ലെഫ്റ്റ് 70 ആയിരുന്നു അത് ടേൺ ചെയ്തത്. ഇപ്പോൾ നമ്മളത് മാറ്റി 120 കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇതേ രീതിയിലായിട്ട് മാറി. അപ്പോൾ ഇത്രയാണ് സംഭവം. ഇത് ഇനി നമ്മൾ വീണ്ടും സേവ് ചെയ്യേണ്ടതില്ല, കാരണം നേരത്തെ നമ്മൾ സേവ് ചെയ്തതാണ്. അപ്പോൾ ഇതോടുകൂടി ഒരു പ്രവർത്തനം അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.